ചാണ്ടിയുമ്മന് പണി കിട്ടിയത് ഈ പ്രസംഗം കൊണ്ടാണ്. കേരള രാഷ്ട്രീയത്തിൽ കക്ഷി രാഷ്ട്രീയ ജാതിമതഭേദമന്യേ ജനങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു കുടുംബമാണ് ബഹുമാന്യനായ ഉമ്മൻചാണ്ടിയുടെ കുടുംബം. ഉമ്മൻചാണ്ടിയുടെ വിയോഗത്തോടെയാണ് ഈ കുടുംബത്തോട് നമുക്കുള്ള ഇഷ്ടം വർദ്ധിക്കുന്നത്. കാരണം അതുപോലെ വേട്ടയാടപ്പെട്ട ഒരു കുടുംബമാണ് ഉമ്മൻചാണ്ടിയുടേത്. 24 മണിക്കൂറും പൊതുപ്രവർത്തനവും രാഷ്ട്രീയ പ്രവർത്തനവുമായി നടന്ന അദ്ദേഹം കട്ടും മോട്ടിച്ചുമൊന്നും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനു വേണ്ടി ഉണ്ടാക്കിയില്ല. എന്നിട്ടും അദ്ദേഹത്തെ മരണം വരെ കൂടെ നിന്നവർ തന്നെ വേട്ടയാടി. അത് ഒടുവിൽ ജനങ്ങൾ തിരിച്ചറിഞ്ഞു എന്നതിൻ്റെ തെളിവായിരുന്നു ഉമ്മൻചാണ്ടിക്ക് നൽകിയ ആ അവസാന യാത്രയയപ്പ്. ഉമ്മൻചാണ്ടിക്ക് ശേഷം ആ കുടുംബത്തിൽ നിന്നൊരാളും ഇനി രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരരുത് എന്ന് കരുതിയാണ് ചികിത്സാ വിവാദവുമായി കൂടെ നിന്നവർ തന്നെ രംഗത്ത് വന്നത്. അവിടെയും ജനങ്ങൾ ആ കുടുംബത്തിനൊപ്പം നിന്നു. വൻപിച്ച ഭൂരിപക്ഷത്തിൽ പുതുപ്പള്ളിക്കാർ തങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞുഞ്ഞിൻ്റെ മകനെ വിജയിപ്പിച്ച് നിയമസഭയിലേക്ക് അയച്ചു. ഉമ്മൻചാണ്ടിയുടെ വിത്താണ്. അതിനെ ഭയക്കണം എന്ന് കരുതുന്ന നേതാക്കൾ ഇപ്പോഴും കോൺഗ്രസിൽ ഉണ്ടെന്നുള്ളതിൻ്റെ തെളിവാണ് കഴിഞ്ഞ ദിവസം AICC പുറത്തിറക്കിയ പുതിയ ജനറൽ സെക്രട്ടറിമാരുടെയും വൈസ് പ്രസിഡന്റുമാരുടെയും ജംബോ ലിസ്റ്റ്. പാർട്ടി ഓഫീസിന്റെ മതിലിന് പുറത്തു വന്നിരുന്ന് ചുമ്മാ കടലയും കുറച്ചുകൊണ്ടിരുന്നവന്മാർ പോലും വലിയ ലിസ്റ്റിൽ ഇടം പിടിച്ചപ്പോൾ ചാണ്ടിയുമ്മനെ ഒരു പദവിയിലും ഉൾപ്പെടുത്തിയില്ല എന്ന് പറയുമ്പോൾ തന്നെ ഓർക്കണം KCയുടെ പക എത്രത്തോളം ഉണ്ടെന്ന്. മൂന്നാമതും പിണറായി വരും, 2ാം സ്ഥാനത്തേക്ക് BJP വരും, കോൺഗ്രസ് വരുന്ന തവണയും തോൽക്കും എന്ന് പ്രവർത്തകനോട് പറയുന്ന ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നതിനെ തുടർന്ന് തിരുവനന്തപുരം DCC പ്രസിഡന്റ് പദവിയിൽ നിന്നും രാജിവെപ്പിച്ച പാലോട് രവിക്കും കൊടുത്തു ഒരു വൈസ് പ്രസിഡന്റ് സ്ഥാനം. അതുപോലെ വീട്ടമ്മയെ ബലാത്സംഗം ചെയ്തു എന്ന കേസിൽ ജയിലിൽ കിടന്ന M. വിൻസെന്റിനും കിട്ടി ഒരു വൈസ് പ്രസിഡന്റ് സ്ഥാനം. അതുപോലെ മഞ്ചേരിയിൽ സേവാദൾ പ്രവർത്തകയോടൊപ്പം കിടന്ന് ഉൾപാർട്ടി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നൂൽബന്ധമില്ലാതെ നാട്ടുകാർ പിടികൂടി മഞ്ചേരി കോടതിയിൽ ഹാജരാക്കിയ രാജ്മോഹൻ ഉണ്ണിത്താനും കിട്ടി പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റിയിൽ ഒരിടം. ചാണ്ടിയുമ്മൻ രമേശ് ചെന്നിത്തലയോടൊപ്പമാണ് നിൽക്കുന്നത് എന്നതാണ് ചാണ്ടിയുമ്മനെ തഴയുവാനുള്ള കാരണം. അബിൻ വർക്കിയെ ഒഴിവാക്കിയതിന് പിന്നിലുള്ള കാരണവും ഇതുതന്നെയായിരുന്നു. ചാണ്ടിയുമ്മൻ ഇന്നലെ നടത്തിയ ഈ പ്രസംഗവും ചാണ്ടിയുമ്മനോടുള്ള KCയുടെ കലിപ്പ് വർദ്ധിപ്പിച്ചു. അബിൻ എന്ന യൂത്ത് കോൺഗ്രസിൻ്റെ സഹപ്രവർത്തകൻ വളരെയധികം പ്രവർത്തനം നടത്തിയിട്ടുള്ള, വളരെയധികം കഷ്ടപ്പെട്ടിട്ടുള്ള ഒരു നേതാവാണ്. സ്വാഭാവികമായിട്ടും പുള്ളിക്ക് ഒരു വേദന ഉണ്ടാകുക വളരെ സ്വാഭാവികമാണ്. പക്ഷെ നമ്മൾ പാർട്ടി എന്ന് പറഞ്ഞാൽ ആ പാർട്ടിയുടെ തീരുമാനം അത് അംഗീകരിക്കാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ്. അത് നമുക്ക് ഇഷ്ടമാണെങ്കിലും ഇഷ്ടമല്ലെങ്കിൽ പോലും നമ്മൾ ആ തീരുമാനം അംഗീകരിക്കുന്നു. തീർച്ചയായിട്ടും അബിനെ കൂടുതൽ പരിഗണിക്കപ്പെടേണ്ട ഒരു വ്യക്തിയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ആർക്കും. അല്ല, സ്വാഭാവികമായിട്ടും ഒരു തീരുമാനം വരുമ്പോൾ പല അഭിപ്രായങ്ങൾ കാണും. പക്ഷെ പാർട്ടി ഒരു തീരുമാനമെടുത്തു, അതിന്റെ കാര്യങ്ങളിലേക്ക് ഞങ്ങൾ കടക്കുന്നില്ല. പക്ഷേ എബിൻ അർഹതയുള്ള വ്യക്തിയാണ്. അബിൻ പതിറ്റാണ്ടുകളായി വർക്ക് ചെയ്യുന്ന ഒരു നേതാവാണ്. എനിക്ക് അദ്ദേഹത്തെ എത്രയോ വർഷങ്ങളായിട്ട് അറിയാം. അദ്ദേഹം താഴെ തട്ടിൽ നിന്ന് പ്രവർത്തിച്ച് ഉയർന്നു വന്ന നേതാവാണ്. അതുകൊണ്ട് കൂടിയാണ് അദ്ദേഹത്തിന് ഇവിടെ മാത്രമല്ല ദേശീയ തലത്തിൽ കൂടി പ്രവർത്തിക്കാനുള്ള അവസരം എന്ന രീതിയിൽ കൂടിയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ അബിനതൊരു വിഷമം ഉണ്ടാക്കി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം അബിനാണ് ഇവിടെ വൈസ് പ്രസിഡന്റ് നിലയ്ക്ക് രാഹുലുമായി ഒരുമിച്ച് നിന്ന് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ. സ്വാഭാവികമാണ് അദ്ദേഹത്തിനും കൂടി അദ്ദേഹത്തിൻ്റെ കൂടെ തീരുമാനം പരിഗണിച്ച് വേണമായിരുന്നു തീരുമാനമെടുക്കാൻ. പക്ഷേ തീരുമാനമെടുത്ത സാഹചര്യത്തിൽ പാർട്ടി ഒരു തീരുമാനമെടുത്താൽ ഇപ്പോൾ നമ്മളൊരു യുദ്ധമുന്നണി നിൽക്കുകയാണ് ഇടതുപക്ഷ സർക്കാരിനെതിരെ, പിണറായി വിജയൻ ഗവൺമെന്റിനെതിരെ. അപ്പോൾ ആ ഗവൺമെന്റിനെതിരെ നമ്മൾ പോരാട്ടം നടത്തുന്ന വേളയിൽ പാർട്ടി ഒരു തീരുമാനം എടുക്കുമ്പോൾ ആ തീരുമാനത്തിനോടൊപ്പം നിൽക്കുവാൻ എല്ലാവർക്കും ബാധ്യതയുണ്ട്. പാർട്ടിയുടെ തീരുമാനം ഫൈനലാണ് എന്ന് ഞാൻ കരുതുന്നു. അല്ല, ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ സ്വാഭാവികമായിട്ടുള്ള കാര്യം നാച്ചുറൽ ജസ്റ്റിസ് എന്താ? നാച്ചുറൽ ജസ്റ്റിസിന്റെ കാര്യത്തിൽ ഇവിടെ വർക്ക് ചെയ്തവർക്ക് സ്വാഭാവികമായിട്ട് വിഷമം കണ്ടേക്കാം. അതിപ്പോൾ നമ്മളെല്ലാം വർഷങ്ങളായി നമ്മളെല്ലാം പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാവരും വിചാരിച്ച രീതി എത്തുമോ? ഇപ്പോൾ നമ്മളൊക്കെ എന്തൊക്കെ ആഗ്രഹിച്ചു കാണും, എല്ലാവരും ആ രീതി എത്തുമോ? അപ്പോൾ ഓരോരുത്തർക്കും ഓരോ സാഹചര്യം മൂലം പാർട്ടി തീരുമാനമെടുക്കുന്നു. പാർട്ടിക്കറിയാം അതിൻ്റെ സാഹചര്യം എന്താണെന്ന്. ഇപ്പോൾ ദേശീയ നേതൃത്വം ഒരു തീരുമാനമെടുക്കുമ്പോൾ അതെല്ലാം നമ്മൾ കഴിഞ്ഞ വർഷം നിങ്ങൾക്കറിയാം, എൻ്റെ പിതാവിൻ്റെ ഓർമ്മ ദിവസം എന്നെ പാർട്ടിയിൽ നിന്ന് എൻ്റെ സ്ഥാനത്ത് നീക്കി. എനിക്ക് വളരെയധികം മാനസികമായ വിഷമമുണ്ടാക്കിയ കാര്യമാണ്. ഒരു ചോദ്യം പോലും എന്നോട് ചോദിച്ചിട്ടില്ല.
രണ്ട്, എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ രാജിവെച്ച് ഒഴിഞ്ഞേനെ. എന്നെ അപമാനിക്കുന്ന രീതിയിലാണ് എന്നെ പുറത്താക്കിയത്. പക്ഷെ അപ്പോഴും ഞാൻ പാർട്ടിയുടെ തീരുമാനം എന്നാണ് പറഞ്ഞത്. ഇപ്പൊ അഭിന് വിഷമം ഉണ്ടാക്കുന്ന സാഹചര്യമാണെന്ന് അറിയാം. പക്ഷേ പാർട്ടി ഒരു തീരുമാനമെടുത്ത സാഹചര്യത്തിൽ അത് അംഗീകരിക്കുകയാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അല്ല, അതിലേക്കൊന്നും കടക്കുന്നില്ല. എല്ലാവർക്കും അറിയാം എന്താണ് കാരണമെന്നും എന്താ കാര്യമെന്നും എല്ലാവർക്കും അറിയാം. അതിന്റെ സാഹചര്യം ഞാൻ ഇപ്പോൾ വിശദമാക്കുന്നില്ല. പക്ഷെ ഒരു ദിവസം ഞാൻ പറയും അതിന്റെ കാര്യം എന്താണെന്ന് ഞാൻ പറയും. അതിന് ഞാനൊരു വിവാദത്തിലില്ല. ഇലക്ഷൻ കഴിയട്ടെ. എന്തോ അതൊന്നും ഞാൻ കരുതുന്നു. അങ്ങനെയൊന്നും ഇതിനകത്ത് മതവും ജാതിയും ഒന്നും കലർത്താൻ ഞാൻ വിശ്വസിക്കുന്നില്ല. അത് പാർട്ടിക്ക് പാർട്ടിയുടേതായ തീരുമാനങ്ങൾ കാണും. അത് എല്ലാ സാഹചര്യവും പരിഗണിച്ചാണ് തീരുമാനം എടുക്കുന്നത്. അദ്ദേഹം പ്രവർത്തനത്തിൽ മികവ് പുലർത്തുന്ന ഒരു നേതാവാണ്. ചെറുപ്പം മുതൽ പ്രവർത്തിച്ചു വന്ന നേതാവാണ് ജനീഷ്. എനിക്ക് ഇതേപോലെ തന്നെ അറിയാവുന്ന ഒരു സഹപ്രവർത്തകനാണ്. പ്രവർത്തന മേഖലയിൽ മുൻപിട്ട് നിന്ന ഒരു പ്രവർത്തകനാണ്. അദ്ദേഹത്തെ ആക്കിയതിൽ തെറ്റില്ല. ചാണ്ടി ഉമ്മൻ പരാമർശിച്ചതുപോലെ ഉമ്മൻചാണ്ടിയുടെ ആദ്യ ഓർമ്മദിനത്തിൽ തന്നെ കെ.സി. വേണുഗോപാൽ ആദ്യ പണി കൊടുത്തു. പിതാവിൻ്റെ ഓർമ്മദിനത്തിൽ തന്നെ ചാണ്ടി ഉമ്മൻ്റെ ഔട്ട്റീച്ച് സെൽ ചെയർമാൻ എന്ന പദവി എടുത്തു കളഞ്ഞു. അത് ചെയ്തതും കെ.സി. വേണുഗോപാലായിരുന്നു. അതിനുള്ള കാരണങ്ങൾ തിരഞ്ഞെടുപ്പിന് ശേഷം പറയാമെന്നും ചാണ്ടി പറഞ്ഞിരുന്നു. ഈ കെ.സിക്ക് കേരളത്തിൽ ഇത്രയും പിടിമുറുക്കുവാൻ അവസരമുണ്ടാക്കി കൊടുത്തത് ഈ കേക്കച്ചൻ ഒരുത്തൻ കാണിച്ച മണ്ടത്തരം ഒന്നുകൊണ്ട് മാത്രമാണ് എന്ന് ജനങ്ങൾ തിരിച്ചറിയണം. തന്നെ തഴഞ്ഞതിൽ പ്രതിഷേധിച്ചാവണം ചാണ്ടി ഉമ്മൻ ഇന്ന് നടന്ന മേഖലാജാഥയിൽ പങ്കെടുത്തില്ല. നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ ഇടപെട്ട ചാണ്ടി ഉമ്മൻ ഇന്ന് നടത്തിയ ആ ഒരു പ്രസംഗം കൂടി നമുക്ക് കാണാം. വേറൊരു കാര്യത്തിലും പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞാനിന്ന് നിങ്ങളെ കാണാൻ ഉദ്ദേശിച്ചത് നിമിഷപ്രിയയുടെ കാര്യത്തിൽ സാജൻ ലത്തീഫ് എന്ന് പറഞ്ഞ വ്യവസായി, അദ്ദേഹം തുടക്കം തൊട്ട് ഈ ഒരു കാര്യത്തിൽ ഇൻവോൾവ് ആയിരുന്നു. അദ്ദേഹം കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ച് പറഞ്ഞു അതിന് അല്പം ഒരു പോസിറ്റീവായിട്ടൊരു പ്രോഗ്രസ് ഉണ്ട്, ഒരു പോസിറ്റീവായിട്ടൊരു റെസ്പോൺസ് കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് അദ്ദേഹം എന്ന് പറഞ്ഞു. നിങ്ങൾക്കറിയാം, നമ്മളെല്ലാം ആഗ്രഹിക്കുന്നൊരു കാര്യം അതിൻ്റെ ഒരു പോസിറ്റീവ് ഔട്ട്കമ്മിലേക്ക് എത്തുന്നു എന്ന് കേൾക്കുമ്പോൾ ചാരിതാർത്ഥ്യമുണ്ട്. നമുക്ക് ഒരുമിച്ച് ആ ഒരു പ്രവർത്തനത്തിൽ തുടർന്നും നിൽക്കാം. പക്ഷെ എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. വലിയ രീതിയിൽ ചില തെറ്റിദ്ധാരണ വിദേശത്ത് പടരുന്നുണ്ട്. നമ്മൾ എത്ര രൂപ കൊടുത്തും ആളെ കൊണ്ടുവരും, അതൊരു ശരിയായ മെസ്സേജ് ആയിരിക്കില്ല. കാരണം നമുക്കത് വലിയ ഒരു എന്താ പറയുക, ചിലപ്പോൾ വലിയ ബുദ്ധിമുട്ട് ഭാവിയിൽ ഉണ്ടാക്കിയേക്കാം. അതുകൊണ്ട് ആ ഒരു മെസ്സേജ് ഇനി എങ്കിലും കൊടുക്കാതിരിക്കണം എന്നുള്ളതാണ് ഈ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളൊരു അഭ്യർത്ഥന. അത് മാധ്യമങ്ങളും കൂടെ ആ ഒരു അഭ്യർത്ഥന ഏൽക്കണം. കാരണം ഒരു ചെറിയ സംഖ്യ തുടങ്ങിയതാണ് ഇവിടെ വലിയൊരു സംഖ്യയായിട്ട് ഇതിന് എത്തിയിരിക്കുന്നത്. നമുക്ക് അതിലും കൂടിയ സംഖ്യയിലേക്ക് കൊടുക്കാൻ സാധിക്കത്തില്ല. അങ്ങനെ നമുക്ക് കൊടുക്കാൻ കാശില്ല, ആരങ്ങനെ തരും. അതുകൊണ്ട് അവിടെ ഒരു പരിധി വെക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിലേക്കാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതല്ല, ഞാൻ നിങ്ങൾക്കറിയാം, ഇതിനകത്ത് നിങ്ങളുടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. നിങ്ങൾ ഇന്നലെ ഞാൻ എന്തു പറഞ്ഞു, ഞാനെന്താ പറഞ്ഞേ? ഇതുവരെ പറയാത്ത ഒന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ എന്തെങ്കിലും ഇതുവരെ പറയാത്ത ഇന്നലെ പറഞ്ഞിട്ടുണ്ടോ? ഒന്നുമില്ല. ഞാനെന്താ പറഞ്ഞ, പാർട്ടിയോടൊപ്പം ചേർന്ന് നിൽക്കണമെന്നാണ് പറഞ്ഞത്. നിങ്ങൾ വേറൊരു സെൻസ് അതിന് കൊടുത്തു. ചിലര് സോഷ്യൽ മീഡിയയിൽ അത് കട്ട് ചെയ്തിട്ട് കഴിഞ്ഞ കുറേ നാളുകളായി എന്നോട് ചെയ്യുന്നത് വീണ്ടും ആവർത്തിച്ചിരിക്കുക. ഞാൻ പറഞ്ഞ എന്താ, അങ്ങനൊരു വേദന എനിക്കുണ്ട്. പക്ഷെ ആ വേദന ഉണ്ടെങ്കിൽ പാർട്ടിയാണ് വലുത്. ശ്രീ അഭിനും മനസ്സിലാക്കണം, പാർട്ടിയാണ് വലുത്. പാർട്ടിയോടൊപ്പം നിൽക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ വേറൊരു സെൻസിലേക്ക് അതിനെ കൊണ്ടുപോയി. കാരണം മറ്റൊരു കാരണം കൂടെ ഉണ്ട്. നമ്മുടെ ചുറ്റും വലിയ ശബ്ദ കോലാഹലമായിരുന്നു. അപ്പോൾ എൻ്റെ ബോഡി ലാംഗ്വേജും അതിനനുസരിച്ച് അല്പം ഒന്ന് സൗണ്ട് കൂട്ടി ഞാൻ സംസാരിച്ചപ്പോൾ അതിന് വേറൊരു അർത്ഥതലം വന്നു. നിങ്ങൾ തന്നെ ഓർത്തു നോക്കൂ, ഞാൻ എന്താ പറഞ്ഞേ, ഞാൻ എന്ത് പറഞ്ഞു? പക്ഷെ അതിനെ വേറെ തലത്തിലേക്ക് കൊണ്ടുപോയി എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അത് മാനസികമായ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. കാരണം നിങ്ങൾക്കറിയാം, ഇത് എപ്പോൾ ചെയ്താലും ഒരു സൈബർ ആക്രമണമോ പിന്നെ ഇന്ന് തുടങ്ങിയതാണോ?
കുറെ നാളുകളായി ഒരു മോഡസ് ഒപ്പറാൻഡിയായി ചിലർ സ്വീകരിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. എന്നെ സംബന്ധിച്ച് ഒരു പദവി എനിക്ക് പ്രശ്നമല്ല. 23 വർഷക്കാലം പദവികൾക്കപ്പുറം പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ ഏതൊരു പാർട്ടി പ്രവർത്തനമായിട്ടും അവർ വീട് സന്ദർശിക്കാനും പരിപാടി പങ്കെടുക്കാനും ഒരു പദവിയും വേണ്ട. ഇപ്പോൾ പദവികൾക്കപ്പുറമാണ്, പാർട്ടിയാണ് വലുത്. നിങ്ങൾക്കറിയാം, വലിയൊരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന ഒരു സമയമാണ് പഞ്ചായത്ത്, അസംബ്ലി തെരഞ്ഞെടുപ്പുകൾ. അപ്പോൾ ആ ഒരു സമയത്ത് ഞാനായിട്ടൊന്നും പ്രത്യേകിച്ച് കൂടുതൽ പറയുന്നില്ല. ഞാൻ അച്ചടക്കമുള്ള ഒരു കോൺഗ്രസ്സുകാരനാണ്. അതെ, ബാക്കിയൊക്കെ അതിന് ശേഷം നോക്കാം. എനിക്ക് നിങ്ങളോട് കൈകൂപ്പിയുള്ള അഭ്യർത്ഥനയാണ്. കഴിഞ്ഞ കുറേ നാളുകളായി എന്ത് പറഞ്ഞാലും അതിൻ്റെ വേറൊരു വശത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ നിങ്ങളുടെ കുഴപ്പം മൊത്തമല്ല, ചില സോഷ്യൽ മീഡിയയിൽ ഇതിനു വേണ്ടി ഇരിക്കുകയാണ്. അവര് കോൺഗ്രസ്സുകാരെന്ന വ്യാജേന ഇരിക്കുകയാണ്. കോൺഗ്രസിനെ തകർക്കാൻ ഉള്ള ചിലർ പുറത്തുള്ള ശക്തികളാണ്. അതുകൊണ്ട് എനിക്ക് കോൺഗ്രസ് പ്രവർത്തകരോടുള്ള അഭ്യർത്ഥന, ഏതെങ്കിലും ഒരു വാർത്ത കണ്ടാൽ ഉടനെ അത് വിശ്വസിക്കരുത്, അതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ പോകരുത്. ഞാനിതുവരെ അങ്ങനെ ഒരു കാര്യം, എൻ്റെ പാർട്ടിക്കെതിരായി ഞാനൊരു കാര്യം പോലും പറഞ്ഞിട്ടില്ല. അത് പലർക്കും തെറ്റിദ്ധാരണ ഉണ്ടാക്കി. അതാണ് എനിക്ക് ഉണ്ടായ വിഷമം. ഞാൻ മുമ്പ് പറയാത്തൊരു കാര്യം പുതുതായിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷേ സ്വാഭാവികമായിട്ടും അതിനെ വളച്ചൊടിച്ച് ജനശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നപ്പോൾ കോൺഗ്രസ് പാർട്ടിക്കാർ തെറ്റിദ്ധരിച്ചു. ആ തരത്തിൽ ഒരു മനോവിഷമം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ഇത് ആദ്യത്തെ സംഭവമല്ല. നിങ്ങൾക്കറിയാം, ഹാഗിയ സോഫിയ ആ പ്രസംഗം നടത്തി 12 ദിവസം കഴിഞ്ഞിട്ടാണ് അതിനെ വിവാദമാക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, എന്ത് ലക്ഷ്യത്തിന് വേണ്ടിയാണ് വിവാദമാക്കിയത്? എന്തുകൊണ്ട് വിവാദമാക്കിയത് ഞാൻ പിന്നെ പറയും, ഇന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എന്തിനാണ് വിവാദമാക്കിയത്? 12 ദിവസത്തിന് ശേഷം പ്രസംഗം നടത്തിയതിനു ശേഷം വിവാദം ഉണ്ടായത്. അപ്പോൾ ചിലർ സ്ഥാപിത താല്പര്യക്കാർ ഇത് ചെയ്യുന്നതുണ്ട്. അതിനെയൊക്കെ കോൺഗ്രസ് പാർട്ടി അതിജീവിക്കും, കോൺഗ്രസ് പാർട്ടിയുടെ ലീഡർഷിപ്പ് അതിജീവിക്കും, യാതൊരു സംശയവും വേണ്ട. പക്ഷേ ഇന്നലെ ഉണ്ടായ സംഭവങ്ങൾ അത് മൊത്തത്തിൽ ഒരു വിഷമം ഉണ്ടാക്കി എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ആ വിഷമം ഞങ്ങളുടെ കുടുംബത്തെയും എൻ്റെ അമ്മയെ പോലും ബാധിച്ചു. കാരണം ഞങ്ങളെല്ലാം എൻ്റെ പിതാവിനെ കണ്ടാണ്. നിങ്ങൾ ഓർത്ത് നോക്കണം, എൻ്റെ പിതാവ് ഈ പാർട്ടിക്ക് വേണ്ടി ജീവിച്ച് മരിച്ച ഒരാളാണ്. അദ്ദേഹം ഈ നാടിന് വേണ്ടി ജീവിച്ച് മരിച്ച ഒരാളാണ്. അദ്ദേഹത്തെ പോലും ആക്രമിക്കുകയാണ്. നിങ്ങൾ ഓർത്തു നോക്കൂ, എനിക്ക് മാനസികമായ വിഷമം ഉണ്ടാവില്ലേ? സ്വാഭാവികമായിട്ടൊരു മകൻ എന്ന നിലയിൽ എൻ്റെ പിതാവിനെ ആക്രമിക്കുമ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ട് മാനസിക വിഷമം ഉണ്ടാവും. അത് ഇന്നലെ ഞാൻ പാർട്ടിയോട് ചേർത്ത് നിന്ന് സംസാരിക്കുന്ന ഒരു കാര്യത്തെ വളച്ചൊടിച്ച് വെട്ടിയെടുത്ത് നിങ്ങൾ തന്നെ, എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥന, നിങ്ങൾ തന്നെ എടുത്ത് കേൾക്കണം എന്താണ് പാർട്ടി വിരുദ്ധമായി ഞാൻ പറഞ്ഞത്. അപ്പോൾ ചിലർ, ഇത് ഞാൻ ഇന്നലെ പറഞ്ഞ ചിലർ തന്നെയാണ്, ആ ചിലർ തന്നെ ഇത് വെട്ടിയെടുത്ത് വളച്ചൊടിച്ച് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പരത്തി ജനങ്ങളുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കുവാൻ, പാർട്ടിക്കാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കുവാൻ, ഇത്രയും സീരിയസ് ആയിട്ടൊരു തെരഞ്ഞെടുപ്പിനെ പാർട്ടി നേരിടുമ്പോൾ ഇവിടുത്തെ ഓരോ പ്രവർത്തകനും എഴുന്നേറ്റ് പ്രവർത്തിക്കുമ്പോൾ അങ്ങനെ നിൽക്കണമെന്നാണ് ഞാൻ അബിനോട് ആവശ്യപ്പെട്ടത്. അബിൻ അങ്ങനെ ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ തന്നെ നോക്കൂ, അതിൻ്റെ അപ്പുറം എന്ത് പറഞ്ഞു? അതാണ് ഞാൻ ഈ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.